ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികൾക്കായി വീടുകളിൽ തെരച്ചിൽ. മുൻ കൗൺസിലർ ആറ്റുകാൽ ഉണ്ണിയുടെ വീട്ടിൽ 2 തവണയാണ് പോലീസ് കയറിയത്. ഇന്നലെ വൈകുന്നേരവും ഇന്ന് പുലർച്ചെയും പോലീസ് എത്തി. നിലവിൽ 5 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അരുൺ സോളമൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ട്. ഇവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കം പോലീസിന്റെ കൈവശമുണ്ട്. 5 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ പോലീസ് തെരച്ചിൽ നടത്തുന്നു, പിടികൂടാനുള്ള ശ്രമം നടത്തുന്നു. അരുൺ സോളമൻ. റീജിത്ത്, ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ ഈ പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കാരണം ഈ സംഘർഷത്തിന് ശേഷം ഈ പ്രതികൾ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് അഭയം പ്രാപിച്ചത്. പക്ഷേ പാർട്ടി ഓഫീസിൽ കയറി പ്രതികളെ പിടികൂടാൻ കഴിയില്ല എന്നുള്ള നിലപാട് CPM-ന്റെ നേതൃത്വം എടുത്തിരുന്നു. അതിന് പിന്നാലെ തന്നെ രാത്രിയോളം പോലീസ് അവിടെ താവളമടിച്ചിരുന്നുവെങ്കിലും 5ഓളം പ്രതികളെ മാത്രമാണ് ഇതിനോടകം തന്നെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചത്. അതിൽ DYFI നേമം ഏരിയ ഭാരവാഹി ശ്രീജിത്ത് അടക്കമുള്ള പ്രതികളെയാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള ആറ്റുകാൽ ഉണ്ണിയുടെ വീടിന്റെ ഭാഗത്താണ്. ഇവിടെ ഇന്നലെ ഇപ്പോൾ വൈകുന്നേരം പോലീസ് ആദ്യം എത്തി. ഇതിനുശേഷം ഇന്ന് പുലർച്ചെയും പോലീസ് എത്തി എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഈ പ്രദേശത്ത് എത്തിയപ്പോൾ കാണാൻ സാധിച്ചത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ 2 തവണയാണ് പോലീസ് ആറ്റുകാൽ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിയത്. 2 തവണയും 10ഓളം വരുന്ന സംഘം വന്നു എന്നുള്ളതാണ് നിലവിൽ ഉണ്ണിയുടെ മാതാപിതാക്കളൊക്കെയും പങ്കുവച്ചത്. പക്ഷേ അവർ വളരെയധികം ഭയത്തോടു കൂടിയാണ് കഴിയുന്നത്. കാരണം പോലീസ് നിരന്തരമായിട്ട് ഇപ്പോൾ വീടുകൾ കയറി അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൽ ദൃശ്യങ്ങൾ സഹിതം ഈ ED-യുടെ വാഹനം ആക്രമിച്ച പ്രതികളെ ദൃശ്യങ്ങളിലൂടെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. നിരന്തരമായിട്ട് സിറ്റി കേന്ദ്രീകരിച്ച് നിൽക്കുന്ന പ്രവർത്തകരാണെന്നുള്ളത് മ്യൂസിയം പോലീസ് അടക്കമുള്ളവർ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പാറശാല നേറ്റിങ്ങൽ അടക്കമുള്ള മേഖലകളിലെ പ്രവർത്തകരാണ് ഇതിലുള്ളതെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പോലീസ് ഇപ്പോൾ വീടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി വരുന്നത്. എന്തായാലും പ്രതികളുടെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനെ കൂടാതെ പോലീസുകാരെ ആക്രമിച്ചു എന്നൊരു കേസ് കൂടി ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അരുൺ സോളമൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.